എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോക്ക് സ്വാഗതം കേട്ടോ. ഇന്നൊരു നെക്സോണിന്റെ വീഡിയോ ആയിട്ട് വന്നതാണത്. നെക്സോൺ XMS ആണ് കേട്ടോ, സൺറൂഫുള്ള വണ്ടിയാണ്. അപ്പോൾ അതിൽ വർക്കുകൾ എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മളെ 360 ഡിഗ്രി ക്യാമറ ചെയ്യുന്നുണ്ട്, 3D Birdview ക്യാമറ കേട്ടോ. അതാണ് ഇതിന്റെ നമ്മൾ ഹൈലൈറ്റ് ആയിട്ട് വരുന്ന ഇതിലുള്ള വർക്ക്. പിന്നെ നമ്മൾ നാഫ ലെതറിലുള്ള ഒരു സീറ്റ് കവേഴ്സ് ചെയ്യുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഫോഗ്ലാമ്പ്, DRL ഫോഗ്ലാമ്പ് ചെയ്യുന്നുണ്ട്. DRL ഫോഗ്ലാമ്പ് നല്ല വെട്ടമുള്ള ടൈപ്പാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഒരുപാട് വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുള്ള ഒരു ഫോഗ്ലാമ്പ് തന്നെയാണ് കേട്ടോ. പിന്നെ അതിൽ ഇൻഡിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഹെല്ലയുടെ ടിൻടോൺ ചെയ്യുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് നമ്മളെ വർക്കുകൾ. പിന്നെ മറന്നുപോയി 70 മാറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വിനീൽ ഫ്ലോറിങ് വളരെ കുറവാണ് ചെയ്യൽ. കാരണം വെച്ചാൽ 70 മാറ്റോ അല്ലെങ്കിൽ പിന്നെ 5D മാറ്റ് കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ വണ്ടിയിൽ ചെയ്യാൻ കേട്ടോ. പിന്നെ നമ്മൾ 360 ഡിഗ്രി ക്യാമറ ചെയ്യണത് കോക്സോ എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. 2 ഇയർ വാറണ്ടി വരുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. 2 വർഷം കഴിഞ്ഞാലും നമുക്ക് ഇതിന് സർവീസ് കാര്യങ്ങളൊക്കെ പക്കയായിട്ട് കിട്ടും. അപ്പോൾ ശരി, നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ എന്തായാലും നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോട്ട് പോകാം. അപ്പോൾ ഇത് നമ്മളെ നെക്സോൺ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏകദേശം പണിയൊക്കെ കഴിയാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ആ ഇൻഫോടൈൻമെന്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് കയറ്റി വെച്ചാൽ മതി. കാരണം വെച്ചാൽ നമ്മൾ 360യുടെ ആ ഒരു ക്യാമറയൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ കാലിബ്രേഷൻ ഉണ്ട് കേട്ടോ. കാലിബ്രേഷൻ നമ്മൾ ചെയ്യാനായിട്ട് പോവാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോർപേടെ കിട്ടി അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇവിടെ ഒരു വയറിങ് കാര്യങ്ങളൊക്കെ ടൈ കാര്യങ്ങളൊക്കെ അടിക്കാനുണ്ട്. അതേപോലെ തന്നെ സ്ലീവ് കൊണ്ട് കവർ ചെയ്യാനുണ്ട്. അതൊക്കെ തന്നെയാണ് നമ്മളെ ഈ ഒരു വണ്ടിയുടെ ഇനിയുള്ള വർക്ക് എന്നൊക്കെ പറയുകയാണെങ്കിൽ. ഫുൾ വർക്കും കഴിഞ്ഞു. സീറ്റ് കവേഴ്സ് ചെയ്തത് കണ്ടോ, നമ്മുടെ ഈ ഒരു പേഡും അതേപോലെ തന്നെ ബ്ലാക്കും കോമ്പിനേഷനിൽ ചെയ്തതാണത്. അതേപോലെ തന്നെ കണ്ടോ, സീറ്റ് കവേഴ്സ് നാഫ ലെതറിൽ ചെയ്താണ്. ഓയിൽ ട്രീറ്റ്മെന്റ് ആയിട്ടുള്ള സീറ്റ് കവേഴ്സ് ആണ് കേട്ടോ ചെയ്തതാണത്. ജസ്റ്റ് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അതാണ് ഞാൻ കാണിച്ചു തരാത്തത്. കണ്ടോ, ഈ ലുക്കിലാണ് വരുന്ന സീറ്റ് കവേഴ്സൊക്കെ. നല്ലൊരു പാറ്റേണിലാണ് ചെയ്തത്. നല്ല ഫിറ്റ്മെന്റ് ഒക്കെ ഉണ്ടോ, കറക്റ്റായിട്ട് ആ ഒരു ചുളിവൊന്നും കൂടാണ്ട്, അധികം ചുളിവൊന്നും കൂടാണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് തയ്പ്പിച്ചിട്ടുണ്ട്. കവറാണ് ഇട്ടത് കേട്ടോ. പിന്നെ സീറ്റ് ഓൾട്രേഷൻ നമുക്ക് ഇനി തുടങ്ങാൻ പോവാണ്. കാരണം വെച്ചാൽ തൈ സപ്പോർട്ടും വിങ്സൊക്കെ ആയിട്ടുള്ള സീറ്റ് കവേഴ്സ് നമ്മൾ തുടങ്ങാനായിട്ട് പോവാണ്. അതിൻ്റെ യൂണിറ്റ് കാര്യങ്ങളൊക്കെ തുടങ്ങുന്നതിൻ്റെ ഒരു ചെറിയ പണിയാണ്. ഈ സൈഡ് നമ്മൾ ഡോർപേഡൊക്കെ കയറ്റി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡ് കഴിഞ്ഞു കേട്ടോ. ഞാൻ അതും കൂടി ഉള്ളൂ ചെയ്യാനായിട്ട്. ഇൻഫോടൈൻമെൻറ്റിൻ്റെ വയറിങ്ങൊക്കെ അത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒതുക്കാനുണ്ട് കേട്ടോ, അല്ലെങ്കിൽ കിടന്നിങ്ങനെ അടിക്കും, വയറിങ് കിടന്ന് അടിക്കുക. അപ്പോൾ ഒതുക്കി ടൈ അടിച്ച് വെക്കണം. ക്യാമറ ജസ്റ്റ് കാണിച്ചു തരാം. ഇതിൻ്റെ ക്യാമറ വന്നത് ഈ ഒരു പോർഷനിലാണ് നെക്സോണിന്. കാരണം ബ്രാക്കറ്റ് ക്യാമറ നമുക്ക് ഓയിൽ ഫിറ്റ്മെൻ്റ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം 360 യൂണിവേഴ്സലായിട്ട് എല്ലാ വണ്ടിക്കും ഫിറ്റ് ചെയ്യുന്ന ടൈപ്പാണ് ക്യാമറ വരുള്ളൂ കേട്ടോ. ഈ ലുക്കിലാണ് വരുന്നത്. ബ്രാക്കറ്റ് ക്യാമറ വരുള്ളൂ കേട്ടോ. നല്ല ക്ലാരിറ്റിയാണ് നമ്മൾ ചെയ്യണ ആ ഒരു 360 കേട്ടോ. അത്രയധികം ക്ലാരിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഒരുപാട് 360യുടെ ഓർഡറും വരുന്നത്. ഫ്രണ്ടിൽ നമ്മൾ ചെയ്തത് നമ്മുടെ DRL ഫോഗ്ലാമ്പാണ് കേട്ടോ. കണ്ടോ, ഈ ലുക്കിലാണ് നമ്മുടെ DRL ഫോഗ്ലാമ്പ് വന്നത്. ഒരുപാട് വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്. നെക്സോണിന് നമ്മൾ ചെയ്ത നെക്സോണിനൊക്കെ അത്രയധികം നെക്സോൺ ഇവിടെ വന്നു പോയിട്ടുണ്ട്. അതിനൊക്കെ നമ്മൾ ഈ ടൈപ്പ് ഫോഗ്ലാമ്പ് തന്നെ ചെയ്തതാണ് കേട്ടോ. കണ്ടോ, നല്ല ഫിറ്റ്മെന്റ് ആണ്. അതേപോലെ തന്നെ ഇതിൻ്റെ തന്നെ ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ തന്നെ 3 ടൈപ്പിലുള്ള ഫോഗ് ലാമ്പ് അവൈലബിൾ ആണ്. പക്ഷേ നമ്മൾ വെച്ച് കൊടുക്കുന്നത് ഈ ടൈപ്പാണ് കേട്ടോ. ഇത് വാട്ടർ പ്രൂഫാണ്, നല്ല ക്വാളിറ്റി സാധനം കേട്ടോ. ഇത് ലോങ് ലാസ്റ്റ് ചെയ്യും. നമുക്കിപ്പോൾ കുറഞ്ഞതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിയുമ്പോഴേക്കും അതിൽ വെള്ളം കയറുക, ഫോഗ് അടിക്കുക, LED കത്താണ്ടാവുക, അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ വരാറുണ്ട്. പക്ഷേ ഇത് ഈ ഒരു ഫോഗ് ലാമ്പിന് അങ്ങനെ ഒരു കംപ്ലൈൻറ്റും ഇല്ല. അങ്ങനത്തെ ടൈപ്പാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, 3 ടൈപ്പിലുള്ള ഫോഗ് ലാമ്പ് ഇതിൽ വരുന്നുണ്ട്. ഇതിൽ ചെയ്തതാണ് ഹോൺ എന്ന് പറയുകയാണെങ്കിൽ എല്ലയുടെ ഹോണാട്ടോ നമ്മൾ ചെയ്തത്. എല്ലയുടെ ആ ടിൻടോൺ ഇല്ല, സ്റ്റീൽ കളർ വരുന്നത് ആ ടൈപ്പാണ് നമ്മളിപ്പോൾ കൂടുതൽ വണ്ടിയിൽ ചെയ്യണത്. പിന്നെ കോപ്പർ കോയിൽ ഹോൺ കൂടി ചെയ്യുന്നുണ്ട്. രണ്ടും കംപ്ലൈൻറ്റ് അധികം ഇല്ലാത്ത ടൈപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, സൈഡ് ക്യാമറ ഈ ലുക്കിലാണ് വരുന്നത്. മിററിൽ ഫിറ്റ് ചെയ്ത് കൊടുത്തതാണ് കണ്ടോ. രണ്ട് സൈഡിൽ മിററിൽ വരും. അതേപോലെ തന്നെ ഫ്രണ്ടും ബാക്കാണ് 360യുടെ ക്യാമറ വരുന്നത്. നമ്മൾ കാലിബ്രേഷൻ ചെയ്യാനായിട്ട് മുമ്പ് എന്ന് പറയുകയാണെങ്കിൽ ഒരു തരത്തിലുള്ള ബന്ധം ഉണ്ടാവില്ല 4 ക്യാമറയായിട്ട്. അതൊക്കെ നമ്മൾ കാലിബ്രേഷൻ ചെയ്ത് ശരിയാക്കി കഴിഞ്ഞാലാണ് നമുക്ക് ആ ഒരു ലുക്ക് കിട്ടുള്ളൂ, ആ ഫീല് കിട്ടുള്ളൂ. എന്തായാലും നിങ്ങൾ റിമോട്ട് ടൈപ്പ് 360 ഒന്നും ഒരിക്കലും ചെയ്യാണ്ടിരിക്കുക. നമ്മൾ ഫസ്റ്റൊക്കെ ഒരു 1.5 കൊല്ലം മുമ്പൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ 3D ഒക്കെ ഇറങ്ങാനായിട്ട് മുമ്പ് ഇങ്ങനത്തെ റിമോട്ട് ടൈപ്പൊക്കെ ചെയ്തായിരുന്നു. പക്ഷെ ഇപ്പോൾ പുതിയ സാധനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും പുതിയ ടൈപ്പ് സാധനങ്ങൾ വരുമ്പോൾ അപ്പം തന്നെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളായിട്ട് കാണിച്ചു തരും കേട്ടോ. കൂടുതൽ നമ്മളിപ്പോൾ റീലായിരുന്നു ചെയ്തായിരുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഷോപ്പിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്, പണിയൊക്കെ ഒന്നും കഴിഞ്ഞിട്ടില്ല. ഇനി ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്യാനുണ്ട്. ശരി കൊണ്ടോളൂ. ഇപ്പം ഇല്ലെങ്കിലും നമുക്കത് സിമ്പിളായിട്ട് ഈ ഒരു സെയിം സാധനം തന്നെ നമുക്ക് ചെയ്യാനായിട്ടാണ്. ഈ ക്വാളിറ്റിയിലുള്ള സാധനം തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ XM എടുത്തവരായാലും X എടുത്തവരായാലും പേടിക്കേണ്ട. നമുക്ക് എന്തായിട്ട് സ്റ്റിയറിംഗ് കൺട്രോൾ അടിപൊളി സാധനമായിട്ട് നമുക്ക് ചെയ്യാം. ഒരു എന്താ പറയുക, വാറണ്ടി നഷ്ടമാവാണ്ട് തന്നെ നമുക്ക്
അത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ നെക്സോണിന് ക്യാൻബസ് യൂണിറ്റ് എന്ന് പറഞ്ഞ സംഭവം വെക്കേണ്ടി വരും. കാരണം വെച്ചാൽ ഇതിൻ്റെ ടാറ്റയുടെ പ്രോഗ്രാമിംഗ് ഇതിലേക്ക് നമ്മൾ ഇൻഫോടൈമിൽ എക്സ്ട്രാ വെക്കുന്ന ഇൻഫോടൈമിലേക്ക് കിട്ടാനായിട്ടുള്ള സംഭവം കേട്ടോ. അപ്പോൾ അതും എല്ലാവർക്കും അറിയാം, സ്ഥിരം കാണുന്ന ആൾക്കാർക്കൊക്കെ അറിയാം, നമ്മൾ എപ്പോഴും കാണിച്ചു കൊടുക്കാനുള്ള സംഭവമാണ്. ശരിക്കും പറഞ്ഞാൽ നെക്സോണിൻ്റെ ആ ഒരു സ്റ്റീരിയോ ഒരു ഡിസ്പ്ലേ ഇരിക്കുന്നത് ആ സെൻറ്ററിലാണെങ്കിലും അതിൻ്റെ ഫുൾ കൺട്രോളിങ് യൂണിറ്റ് ഇരിക്കുന്നത് നമ്മുടെ ഈ ഗ്ലോ ബോക്സിൻ്റെ അടിയിലായിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ സ്റ്റീരിയോ ചെയ്യാൻ ഇത്തിരി പാടാണ്. കാരണം ഈ കൺസോളും കാര്യങ്ങളൊക്കെ നമുക്ക് അഴിച്ചെടുക്കണം. നോർമലി നമ്മൾ സ്വിഫ്റ്റൊക്കെ ചെയ്യണ പോലെ നെക്സോൺ ക്യാൻവസ് യൂണിറ്റ് ഉള്ള വണ്ടി ചെയ്യാൻ പറ്റില്ല. എല്ലാം അഴിച്ചാലും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ സ്ഥിരം അഴിക്കണോണ്ട് യാതൊരു പ്രോബ്ലം ഇല്ല. കറക്റ്റ് ആ ഒരു പോർഷൻ അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് അഴിച്ചെടുക്കാനായിട്ട് പറ്റും. പിന്നെ ക്യാൻവസ് യൂണിറ്റ് 2 ടൈപ്പ് ഉണ്ടായിരുന്നു. പഴയ ടൈപ്പ് ക്യാൻവസ്, ഇപ്പോഴത്തെ മുമ്പ് വന്നായിരുന്ന ക്യാൻവസ് ഇപ്പോഴത്തെ നെക്സോണിന് നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഫ്രണ്ട് DRL കട്ടാവണ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു പഴയ ക്യാൻവസിന് കേട്ടോ. കാരണം വെച്ചാൽ നമ്മൾ പഴയ മോഡൽ ക്യാൻവസ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഫ്രണ്ട് DRL ചില സമയത്ത് കട്ടായി പോകുന്ന ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് 2 ടൈപ്പ് ഉണ്ട് കേട്ടോ. പുതിയ മോഡൽ നെക്സോണിന് മാത്രമേ ആ ഒരു പ്രോബ്ലം ഉണ്ടാവുള്ളൂ. പഴയ നെക്സോണിന് കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അതിൻ്റെ പ്രോഗ്രാം മാറിയപ്പോഴാണ് അങ്ങനത്തെ ഒരു ഇഷ്യൂ വന്നായിരുന്നത്. ഇപ്പോൾ ഇങ്ങനെ എല്ലാ വണ്ടിക്കും നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ക്യാൻവസ് യൂണിറ്റ് ആണ്. കാരണം വെച്ചാൽ നമ്മുടെ പാർക്കിംഗ് സെൻസറും റിവേഴ്സ് പാർക്കിംഗ് സെൻസറും അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ആ ഒരു സ്വിച്ചസ് ഒക്കെ ഉണ്ട്. ഇത് കണ്ടോ, ഇവിടെ അടിയിൽ സ്വിച്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. ആ സാധനങ്ങളൊക്കെ കിട്ടാനായിട്ടാണ് നമ്മൾ ആ ഒരു ക്യാൻവസ് യൂണിറ്റ് വെക്കേണ്ടത്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോളും കിട്ടാനായിട്ടുള്ള സംഭവമാണ് ക്യാൻവസ് യൂണിറ്റ്. നല്ലത് വെച്ചില്ലെങ്കിൽ അതിന് 8ൻ്റെ പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ല ക്വാളിറ്റി സാധനം തന്നെ വാങ്ങിച്ച് ചെയ്യണം. നെക്സോണൊക്കെ ടാറ്റയുടെ സംഭവം ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണെങ്കിലും നല്ല ക്വാളിറ്റി ഐറ്റം വാങ്ങിച്ച് ചെയ്താൽ മതി. വേറെ പ്രോബ്ലം ആയിരുന്നു ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ വയറിങ് ഏകദേശം കഴിഞ്ഞു. കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ പാനൽ ഇതിലേക്ക് സെറ്റിലേക്ക് കണക്ട് ചെയ്തിട്ട് ടൈറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കയറ്റി വയ്ക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഫുൾ ലുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് സീറ്റ് കവേഴ്സ് ആയാലും 70 ആയാലും ഹോൺ അടിച്ച് കേൾപ്പിച്ചു തരാം. DRLൻ്റെ ഒരു ഭംഗി കാണിച്ചു തരാം. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം 360. ഇനി കാലിബ്രേഷൻ ഞാൻ ചെയ്യാണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാലിബ്രേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ലുക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഫുൾ വർക്കും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ലുക്കിലാണ് വരുന്നത്. നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ തുറക്കുമ്പോൾ തന്നെ ഈ ലുക്കിലാണ് വരുന്നത്. അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിലാണ് വന്നത്. നമുക്ക് ഏതൊരു പൊസിഷനിലേക്കാണെങ്കിലും നമുക്ക് നോർമലായിട്ട് മാനുവലായിട്ട് ഇടാനായിട്ട് പറ്റും കേട്ടോ. ഇപ്പോൾ സൈഡ് വ്യൂ ഇടാം, ബാക്ക് വ്യൂ ഇടാം, അതേപോലെ തന്നെ സൂം ഔട്ട് ചെയ്യാം, ബേഡ് വ്യൂ കാണാം. ഒരുതും എല്ലാ ഇതിലും നമുക്ക് കൺട്രോൾ ചെയ്യാം, മാനുവലായിട്ട് കൺട്രോൾ ചെയ്യാം. പിന്നെ ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കൺട്രോൾ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻഡിക്കേറ്റർ ഏത് സൈഡിലേക്ക് ഇടുന്നത് വെച്ചാൽ ആ ഒരു സൈഡിൻ്റെ വ്യൂ നമുക്ക് ഇതിലേക്ക് സ്ക്രീനിലേക്ക് വരും കേട്ടോ. കണ്ടോ, അതുപോലെ തന്നെ റിവേഴ്സ് ഇടുമ്പോഴും ഓട്ടോമാറ്റിക്കായിട്ട് വരും. ആ ഒരു റിവേഴ്സ് ഇട്ട് കഴിഞ്ഞ് നമ്മൾ ന്യൂട്രലിലേക്ക് ഇട്ട അപ്പം തന്നെ ഫ്രണ്ട് വ്യൂയിലേക്കും വരും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ വ്യൂ കാര്യങ്ങളൊക്കെ. നമ്മൾ എന്താ പറയുക, ഓടിച്ച് പഠിക്കുന്ന ആൾക്കാർക്കും വയസ്സായിട്ടുള്ള ആൾക്കാർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ് ഈ ഒരു 3D ബേർഡ് വ്യൂ ക്യാമറ കേട്ടോ. കണ്ടോ, നല്ല ക്ലാരിറ്റിയാണ്. മഴയത്തായാലും അതേപോലെ തന്നെ ഇരുട്ടത്തായാലും അത്യാവശ്യം നല്ല ക്ലാരിറ്റിയോടുകൂടി തന്നെ ഈ ഒരു സംഭവം ഉണ്ട്. നമ്മൾ ഈ ഒരു നെക്സോണിൻ്റെ വീഡിയോ കേട്ടോ. എല്ലാവർക്കും വീഡിയോ കാര്യങ്ങളൊക്കെ ഇഷ്ടമായെന്ന് തന്നെ വിചാരിക്കുന്നു. ഈ ഒരു 360 ചെയ്യണമെങ്കിൽ 2 ദിവസം മാക്സിമം കേട്ടോ. നമ്മൾ 1.5 ദിവസം കൊണ്ടൊക്കെ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. ചിലർ ചോദിക്കാറുണ്ട് എൻ്റെ അടുത്ത് 1 ദിവസം കൊണ്ട് കഴിയുമെന്നുള്ളത്. എന്ന് വെച്ചാൽ കാലിബ്രേഷൻ കറക്റ്റ് ആയാലാണ് അതിൻ്റെ ഒരു രസം ഉണ്ടാവുള്ളൂ. നമുക്ക് ആ ഒരു സംഭവം ഇത്ര പൈസക്ക് വെച്ചിട്ട് കാലിബ്രേഷൻ ശരിയായില്ലെങ്കിൽ എന്തെങ്കിലും മോശമല്ലേ. അതുകൊണ്ട് തന്നെയാണ് 2 ദിവസം അല്ലെങ്കിൽ 1.5 ദിവസം ഞങ്ങൾ പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഷോപ്പിലേക്ക് വരുമ്പോൾ നിങ്ങൾ ആ ഒരു വിളിച്ചിട്ട് മാത്രം വരും. ആ നമ്പറിൽ വിളിച്ചിട്ട് മാത്രം വരും കേട്ടോ. വിളിക്കാണ്ട് ഒരിക്കലും വരരുത്. കാരണം നമ്മൾ ഓൾറെഡി വർക്ക് എടുത്ത് വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അവരെ വിടണ്ടേ.
അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ വിളിക്കാണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളും ലേറ്റ് ആവും, ഇവിടെ പോസ്റ്റായിട്ട് നിൽക്കേണ്ടി വരും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ കാണാം കേട്ടോ. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്തായിട്ട് നിങ്ങളെ കൂട്ടുകാരിലേക്ക് ഈ ഒരു വീഡിയോ എത്തിക്കാട്ടാ. അപ്പോൾ ശരി.